നടൻ സിദ്ദിഖിനെതിരായ യുവനടിയുടെ മൊഴിയിൽ ഗുരുതരമായ പരാമർശങ്ങൾ, ക്രൂരമായ ബലാത്സംഗം നടന്നുവെന്ന മൊഴിയുണ്ട്. യുവനടിയുടെ രഹസ്യമൊഴി നാളെ രേഖപ്പെടുത്തും. തിരുവനന്തപുരം കോടതിയിൽ വനിതാ മജിസ്ട്രേറ്റിന് മൊഴി നൽകും. നടിയുടെ വൈദ്യപരിശോധന നടത്തിക്കഴിഞ്ഞു. 2016 തിരുവനന്തപുരം മാസ്കോട്ട് ഹോട്ടലിൽ വെച്ചാണ് ലൈംഗികാതിക്രമം നടന്നത്. അന്നേ ദിവസത്തെ രേഖകൾ ഹാജരാക്കാൻ ഹോട്ടൽ അധികൃതർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നു. വിവരങ്ങളുമായി അഷിൻ ഡിയാഗോണ്ട്. അഷിൻ, ഇപ്പോൾ പ്രധാനപ്പെട്ട വിവരമാണ്, സിദ്ദിഖിനെതിരായ ആരോപണം ഗുരുതരമാണ് എന്ന് തെളിയുന്നു. അതിന്മേലുള്ള രഹസ്യമൊഴി രേഖപ്പെടുത്തൽ നാളെ തന്നെ വേഗത്തിൽ നീങ്ങുന്നു SIT എന്നാണോ മനസ്സിലാക്കേണ്ടത്? സ്മൃതി, അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം കഴിഞ്ഞ ദിവസം DGPയുടെ യോഗത്തിൽ ഇത്തരത്തിൽ ഒരു നിർദ്ദേശം നൽകിയിരുന്നു. ആരൊക്കെയാണ് പരാതി നൽകുന്നത് അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അവരെ നേരിട്ട് വിളിച്ച് പരാതിക്കാർക്ക് പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അത് വിളിച്ച് അന്വേഷിച്ച് അതത് ലോക്കൽ സ്റ്റേഷനുകളിൽ ആ കേസ് രജിസ്റ്റർ ചെയ്യണം എന്നൊരു അറിയിപ്പാണ് യോഗത്തിൽ ഉണ്ടായിരുന്നത്. പിന്നാലെയാണ് ഇപ്പോൾ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. അതിനിടയിലാണ് ഇന്നലെ ഈ സിദ്ദിഖിനെതിരെ പരാതി നൽകിയ നടിയുടെ DGPക്ക് നൽകിയ പരാതി മ്യൂസിയം സ്റ്റേഷനിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം വഴി കൈമാറുന്നതും ഇന്ന് രാവിലെയോടുകൂടി ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നതും. ഈ സിദ്ദിഖിനെതിരെ നടി നൽകിയ പരാതിയിൽ ഗുരുതര ആരോപണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇന്ന് ഏതാണ്ട് 3 മണിക്കൂറോളം ഈ നടിയെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. മ്യൂസിയം സ്റ്റേഷനിലെ SIയും അതുപോലെ തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗം കൂടിയായ ആശാ ചന്ദ്രനാണ് ഈ യുവനടിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. വീട്ടിലായിരുന്നില്ല, മറിച്ച് ഈ തിരുവനന്തപുരം നഗരത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സഖിയുടെ ഓഫീസിൽ വെച്ചായിരുന്നു ഈ മൊഴിയെടുപ്പ് എന്നുള്ളതാണ്. 3 മണിക്കൂറോളം ഈ മൊഴിയെടുപ്പ് അല്ലെങ്കിൽ ഈ മൊഴി രേഖപ്പെടുത്തൽ നീണ്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ 3 മണിക്കൂറോളം യുവനടി ഗുരുതരമായ കാര്യങ്ങളാണ് ഈ നടൻ സിദ്ദിഖിനെതിരെ ആരോപിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. താൻ ഗുരുതരമായ അല്ലെങ്കിൽ അതിക്രൂരമായ പീഡനത്തിന് ഇരയായി എന്ന യുവതി പോലീസിനോട് പറയുന്നുണ്ട്. ആദ്യം മുതൽ തന്നെ ഈ മൊഴി അല്ലെങ്കിൽ ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ ഈ യുവനടി ഈ ഒരു ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അത് ഇപ്പോൾ ഈ പോലീസിന്റെ പരാതി ലഭിച്ച പശ്ചാത്തലത്തിലും യുവനടി അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. 2016 താൻ പീഡനത്തിന് ഇരയായത് എന്നുള്ളതാണ് നടി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തെ അല്ലെങ്കിൽ ആ സമയത്തുണ്ടായിരുന്ന CCTV രേഖകളൊക്കെ ഹാജരാക്കണം എന്നൊരു നിർദ്ദേശം ഈ ഹോട്ടൽ അധികൃതർക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. മറ്റൊന്ന്, യുവനടിയുടെ രഹസ്യമൊഴി നാളെ രേഖപ്പെടുത്തും എന്നുള്ളതാണ്. ഈ തിരുവനന്തപുരം കോടതിയിൽ വനിതാ മജിസ്ട്രേറ്റിന് മുന്നിലാകും ഈ മൊഴി രേഖപ്പെടുത്തുക. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന് 3 മണിക്കൂറോളമാണ് ഈ യുവനടിയെ ഇത്തരത്തിൽ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. ഈ മൊഴിയിൽ ഗുരുതരമായ ഈ സിദ്ദിഖിനെതിരെ ആരോപണങ്ങളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇന്ന് രാവിലെയാണ് സിദ്ദിഖിനെതിരെ ബലാത്സംഗ വകുപ്പ് ചുമത്തി മ്യൂസിയം പോലീസ് കേസെടുത്തത്. ഈ ക്രൂരമായ ബലാത്സംഗ വിവരങ്ങൾ ഈ മൊഴിയിലുണ്ട് എന്നുള്ളതാണ്. 2016 മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് യുവനടിയുടെ പരാതി. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്തായിരുന്നു പീഡനം. നില തിയേറ്ററിൽ സിദ്ദിഖിൻ്റെ ഒരു സിനിമയുടെ പ്രിവ്യൂവിന് വന്നപ്പോഴാണ് സിദ്ദിഖിനെ കണ്ടതെന്നും ഇതിനുശേഷം സിനിമ ചർച്ചയ്ക്കായി ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്തുമെന്നുമാണ് ഈ യുവനടി മൊഴി നൽകിയിട്ടുള്ളത്. മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇനി കൂടുതൽ വെളിപ്പെടുത്തലുകളും തെളിവുകളും സാക്ഷിമൊഴികളും പോലീസ് ശേഖരിക്കും. അതിനിടെ ഈ നടിയുടെ വൈദ്യപരിശോധനയും പൂർത്തിയാക്കിയിട്ടുണ്ട്. മസ്കറ്റ് ഹോട്ടലിനോട് രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംഭവം നടന്ന ദിവസത്തെ രേഖകൾ ഹാജരാക്കണം എന്നുള്ളതാണ് നിർദ്ദേശം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനിടെ സിദ്ദിഖ് മുൻകൂർ ജാമ്യത്തിന് ശ്രമം തുടങ്ങി എന്നുള്ള ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. പരാതിക്കാരിയെ തിരുവനന്തപുരത്ത് വെച്ച് കണ്ടതായി സിദ്ദിഖ് തന്നെ നേരത്തെ സമ്മതിച്ചതുമാണ്. മാത്രമല്ല, പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന സിദ്ദിഖിന്റെ പരാതിയും അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ നാളെ ഈ യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത്. എന്തായാലും ഈ മൊഴിയിൽ ഈ യുവതി ഉറച്ചു നിൽക്കുകയാണ്. ഈ യുവനടിയുടെ പരാതിയിൽ അല്ലെങ്കിൽ ഈ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ തെളിവെടുപ്പും അതുപോലെ തന്നെ അന്വേഷണവുമായി വേഗത്തിൽ മുന്നോട്ട് നീങ്ങാനുമാണ് ഇപ്പോൾ ശ്രമം. അത് തന്നെയാണ് റോഷ്നി. അപ്പോൾ ഇത്ര ദിവസം നമ്മൾ കേട്ടത് പ്രധാനപ്പെട്ട നടിമാരുടെ അവർ നേരിട്ട അനുഭവങ്ങൾ തുറന്നു പറയുകയാണെങ്കിൽ ഇപ്പോൾ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇതാ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് മണിക്കൂറുകളോളമാണ് ചോദ്യം ചെയ്തത്, മൊഴിയെടുത്തത്. ആ മൊഴികളിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ ചില കാര്യങ്ങളാണ് ഇപ്പോൾ അഷിൻ പറഞ്ഞത്. അത് ചില്ലറ കാര്യമല്ല, വളരെ വളരെ ഗുരുതരമാണ്. അതായത് ഒരുപക്ഷെ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ പോലും പാകത്തിലുള്ള ഗുരുതരമായിട്ടുള്ള മൊഴികൾ അതിലുണ്ട് എന്ന് തന്നെ വേണം ആ മൊഴികളിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ.